ഉള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കും ഇല്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല, UDF-ൽ ആർക്കും ഇല്ല. എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നതൊക്കെ എനിക്ക് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തെ ഒഴിവാക്കണം, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം, അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യണം, അദ്ദേഹത്തെ മാറ്റി നിർത്തണം. പക്ഷേ അദ്ദേഹം ഉയർത്തിയൊരു പോരാട്ടം ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെല്ലാം മുന്നിലേ നിൽക്കുന്നത്. ഞങ്ങളാണല്ലോ ഏറ്റവും ശക്തമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരാണ്. ഈ സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ച സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ അവസാനം തുടങ്ങുന്നത് നിലമ്പൂരിൻ്റെ ബൈ ഇലക്ഷൻ റിസൾട്ടോട് കൂടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. അതിൽ അദ്ദേഹത്തിന് യോജിപ്പുണ്ടാവുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവായാലും KPCC പ്രസിഡൻ്റായാലും മറ്റു കോൺഗ്രസ് ഉന്നത നേതാക്കളായാലും അതുപോലെ UDF-ലെ പ്രഗത്ഭരായ നേതാക്കളായാലും അവരൊക്കെ എല്ലാവർക്കും ഇക്കാര്യത്തിൽ അങ്ങനെ അൻവറിനെ ഐസൊലേറ്റ് ചെയ്യണമെന്നോ അൻവറിനെ മോശമാക്കണമെന്നോ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഘട്ടം വന്നാൽ അത് വേണമെന്ന് ചിന്തിക്കുന്നവരായിട്ടാണ് അവരെല്ലാം ഞാൻ കണ്ടത്. എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ.